ആ മാനിഫെസ്റ്റോ എൻ്റെ കയ്യിലുണ്ട്. അന്നത്തെ അതായത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുമ്പുള്ള വെർഷൻ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഭരണത്തിലേക്ക് കയറിയത്. ഈ ഈ ഈ മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് എല്ലാ 5 കൊല്ലത്തെയും ബഡ്ജറ്റ് ഞാനും ഡെപ്യൂട്ടി മേയറും കൂടി തയ്യാറാക്കിയത്. LDF മാനിഫെസ്റ്റോ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിഭാവനം ചെയ്താണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഭാവനം ചെയ്താൽ പിന്നെ അത് നടപ്പിലാക്കണം. അല്ലാതെ വല്ലവരും നടപ്പിലാക്കി കഴിയുമ്പോൾ ഞാൻ വിഭാവനം ചെയ്ത് ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു, എന്നെ അന്ന് രാജീവ് ഗാന്ധി അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മളൊരു പദ്ധതി പറഞ്ഞാൽ ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം. ഞാൻ പറയാം, അങ്ങനെ ചോദ്യം കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ഇത് ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ പറയാം, തെറ്റിപ്പോയി പറഞ്ഞത്. ഞാൻ പറയാം, ശ്രദ്ധിച്ചു. സോണ്ടയ്ക്ക് ഇത് ഏൽപ്പിച്ചപ്പോൾ കേരള ഗവൺമെൻറ് ആയിരുന്നു ടെൻഡർ ചെയ്തത്. അതായിരുന്നു അവരുടെ ആക്ഷേപം. ടെൻഡർ ചെയ്തത് ഇത് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ്. ബ്രഹ്മപുരം കേസ് കത്തുമ്പോൾ സ്വാഭാവികമാണ്, നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തതാണ്. ബ്രഹ്മപുരത്ത് സോണ്ടയ്ക്ക് കൊടുത്തത് ഗവൺമെൻറ് ടെൻഡർ ചെയ്ത കോൺട്രാക്റ്റ് ആയിരുന്നു. അതാണ് അവരുടെ ആരോപണം. ഇപ്പോഴത്തെ കമ്പനിക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്, കൊച്ചി കോർപ്പറേഷനാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൻഡ് LSCD. ടെൻഡർ നടത്തിയത് അംഗീകരിച്ചത് എല്ലാ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലാണ്. ഒന്ന്, ഞാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയൂ. സോണ്ടയുടെ കരാർ ഒരു ഘട്ടത്തിലും ഈ കൗൺസിൽ വന്നതിന് ശേഷം അംഗീകരിച്ചിരുന്നില്ല. അല്ല, 13 കോടി രൂപ ഫൈൻ അടിച്ചപ്പോൾ ആ ഫൈൻ അടിച്ചതിന് ശേഷം ബ്രഹ്മപുരത്തുണ്ടായിരുന്ന മാലിന്യം മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആർക്കും സംശയമില്ല. സംശയമാകെ എനിക്ക് തോന്നുന്നു മുൻ മേയർക്ക് മാത്രമേ സംശയമുള്ളെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചി മേയറായി ബ്രഹ്മപുരത്തേക്ക് ചെല്ലുമ്പോഴുള്ള ഏത് ക്ലിപ്പിങ്ങും നിങ്ങൾ എടുത്തു നോക്കൂ. മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഞങ്ങൾ ബ്രഹ്മപുരത്ത് കൊണ്ടുപോയി. അന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ബ്രഹ്മപുരത്തെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിട്ട് ഒരടി നടക്കാൻ പറ്റാത്ത പോലെ പർവ്വത നിരകൾ, നമ്മളതിനെപ്പറ്റി ഒരു പാട്ടുണ്ടല്ലോ, അതുപോലെയായിരുന്നു മാലിന്യം കിടന്നിരുന്നത്. ഇപ്പോഴത്തെ 100 കോടി അടിച്ചത് നമുക്കറിയാം. ഈ 13 കോടി രൂപയുടെ മേലെ വീണ്ടും പൊല്യൂഷൻ മറ്റേ ഗ്രീൻ ട്രിബ്യൂണൽ ഫൈൽ അടിക്കുകയായിരുന്നു. അതങ്ങനെ കയറി ഏതാണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ 10-20 കോടി രൂപയുടെ ഞങ്ങൾ സ്റ്റേ വാങ്ങിച്ചില്ല, സ്റ്റേ വാങ്ങിച്ച് നിൽക്കുകയായിരുന്നു ഈ 13 കോടിയുടെ. ആ 13 കോടിയുടെ സ്റ്റേ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ബ്രഹ്മപുരം കത്തിയ, ഞങ്ങളുടെ കാലത്ത് കത്തിയെന്ന് ഗ്രീൻ ട്രൈബ്യൂണലിൽ 100 കോടി ഫൈൻ അടിച്ചത്. ആ 100 കോടി രൂപ ഫൈൻ അടിച്ച സ്ഥാനത്ത് ഞങ്ങളെ മുഴുവൻ മാലിന്യവും നീക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി NGTയുടെ ആ വിധി സ്റ്റേ ചെയ്തു. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും ആ പ്രോസസ്സ് നടന്നിരുന്നു. ആ പ്രോസസ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മാലിന്യരഹിതമായി ബ്രഹ്മപുരത്തെ, മാലിന്യരഹിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ ഡ്രൈ വേസ്റ്റ് കടന്നിരുന്ന ആ ലെഗസി വേസ്റ്റ് എന്ന് പറയില്ലേ, പൈതൃക മാലിന്യം, ഒരു ഭാഗ്യം കിട്ടി. ഒരു വാക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ട് ലെഗസി എന്ന് പറഞ്ഞാൽ സാധാരണ അദ്ദേഹം എല്ലാത്തിനും ലെഗസിയാണല്ലോ പറയുന്നത്. അതായത് സാധാരണ എല്ലാത്തിനും അദ്ദേഹം പറഞ്ഞ എല്ലാ അദ്ദേഹത്തിൻ്റെ ലെഗസിയാണെന്നാണ്. അപ്പോൾ പഴയ കൗൺസിലുകളിൽ ഒരു ലെഗസി കിട്ടിയത് അടുത്ത കൗൺസിലിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത അങ്ങ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് 100 കോടി രൂപയുടെ ഫൈനോ അല്ലെങ്കിൽ ആ ലെഗസി മാലിന്യവും ഞങ്ങൾ കൈവിട്ടിട്ട് മറ്റു പല ലെഗസിയുമാണ് ഞങ്ങൾ അടുത്ത കൗൺസിൽ കൈമാറുന്നത്. ആ ഞാൻ പറയാം, അങ്ങനെ ചോദ്യം കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ഇത് ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ പറയാം, തെറ്റിപ്പോയി പറഞ്ഞത്. ഞാൻ പറയാം, ശ്രദ്ധിച്ചു. സോണ്ടയ്ക്ക് ഇത് ഏൽപ്പിച്ചപ്പോൾ കേരള ഗവൺമെൻറ് ആയിരുന്നു ടെൻഡർ ചെയ്തത്. അതായിരുന്നു അവരുടെ ആക്ഷേപം. ടെൻഡർ ചെയ്തത് ഇത് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ്. ബ്രഹ്മപുരം കേസ് കത്തുമ്പോൾ സ്വാഭാവികമാണ്, നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തതാണ്. ബ്രഹ്മപുരത്ത് സോണ്ടയ്ക്ക് കൊടുത്തത് ഗവൺമെൻറ് ടെൻഡർ ചെയ്ത കോൺട്രാക്റ്റ് ആയിരുന്നു. അതാണ് അവരുടെ ആരോപണം. ഇപ്പോഴത്തെ കമ്പനിക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്, കൊച്ചി കോർപ്പറേഷനാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൻഡ് LSCD. ടെൻഡർ നടത്തിയത് അംഗീകരിച്ചത് എല്ലാ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലാണ്. ഒന്ന്, ഞാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയൂ. സോണ്ടയുടെ കരാർ ഒരു ഘട്ടത്തിലും ഈ കൗൺസിൽ വന്നതിന് ശേഷം അംഗീകരിച്ചിരുന്നില്ല. സോണ്ടയുടെ കരാറിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കരാർ ഒപ്പിടാത്ത ഒരേ ഒരു ലോക്കൽ ബോഡി
നിങ്ങൾ ഈ DCC ഓഫീസിൽ ഈ പത്രസമ്മേളനം നടത്തുന്നില്ലേ, അവരോട് ചോദിക്കേണ്ടതാണ്. അതായത് സോണ്ട കമ്പനിയുമായി വേസ്റ്റ് എനർജി പ്ലാന്റിൽ കരാർ ഒപ്പിടാത്ത ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം LDF ഭരിച്ച കൊച്ചി കോർപ്പറേഷനാണ്. ബാക്കിയുള്ള എല്ലാ ലോക്കൽ ബോഡി ഒപ്പിട്ടു, ഞങ്ങൾ ഒപ്പിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു സ്കെപ്റ്റിസം, ഈ പറഞ്ഞതുപോലെ ഇവർ ആദ്യം ഈ ബയോമൈനിങ് തീർക്കണമല്ലോ, ആ ബയോമൈനിങ് തന്നെ നീണ്ടു പോയിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് ഉറപ്പാക്കിയപ്പോൾ ഞങ്ങളത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. 3 പേരാണ് മഹാരാഷ്ട്രയിൽ പോയി ഇത് കണ്ടത്. ആരൊക്കെയാണ്? ഒന്ന് CPMന്റെ LDFന്റെ ഭാഗത്ത് നിന്ന് R രതീഷ് കൗൺസിലർ, ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. 2 ഹെൻറി ഓസ്റ്റിൻ UDFന്റെ കൗൺസിലർ. 3 നമ്മുടെ രഘുറാം ജെ പൈ BJPയുടെ. 3 പേരെയാണ് അയച്ചത് ഇത് കാണാൻ. അവർ വന്ന് കണ്ടിട്ട് അവർ ബ്രഹ്മപുരത്ത് ഇത് ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ഭൂമി ഗ്രീൻ വളരെ ഭംഗിയായിട്ടാണ് മഹാരാഷ്ട്ര ചെയ്യുന്നത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചത്. അവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഒപ്പിട്ടിരുന്നില്ല എന്നുള്ളത് വേസ്റ്റ് എനർജി പ്ലാന്റിൽ. പിന്നെ സോണ്ട നമുക്ക് ചർച്ച ചെയ്യാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം സോണ്ട ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ വിസ്മരിക്കപ്പെട്ടു പോകുന്നൊരു കമ്പനിയുണ്ട്. സോണ്ടയ്ക്ക് ഇത് അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന കമ്പനിക്ക് എന്തായിരുന്നു ക്രെഡൻഷ്യൽ? നിങ്ങളൊന്ന് അതിൻ്റെ ബയോഡാറ്റയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അവരുടെയൊക്കെ എവിടെ, ഏത് കോളേജിലാണ് അവർ പഠിച്ചതെന്ന് നോക്ക്. അവർ എറണാകുളംകാരാണോ എന്ന് നോക്ക്. അവരെവിടെയാണ് വേസ്റ്റ് എനർജി പ്ലാന്റ് സ്ഥാപിച്ചതെന്നുള്ളതിൻ്റെ എന്ത് തെളിവുള്ളത്? അപ്പം നമ്മളിതൊക്കെ ബ്രഹ്മപുരത്തിൻ്റെ സമയത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. എന്തായാലും ഇപ്പോൾ വളരെ മനോഹരമായി BPCLന്റെ പ്ലാന്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പ്ലാന്റുകൾ ഞങ്ങൾ അവിടെ വിജയകരമായി 2 കൊല്ലം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ BSF പ്ലാന്റ് പ്രകൃതിക്ക് നല്ലതാണ്. കാരണം ജൈവികമായ മാതൃകയിലൂടെ ചെയ്യുന്നതാണ് പട്ടാളപ്പുഴു. ആ പട്ടാളപ്പുഴുവിനെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നിരന്തരമായി എതിർക്കുകയായിരുന്നു. പത്രങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ രാജഗിരിയിൽ തന്നെ സ്ഥിരം അച്ഛന്മാർ വിളിക്കുമായിരുന്നു. കാരണം ഈ ലാർവ വിരിഞ്ഞ് പുഴു വിരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈച്ചയായിട്ട് ഈച്ചകളെല്ലാം കൂടി ഒരു പട്ടാളമായി, അതാണ് ബ്ലാക്ക് സോൾജിയർ. അതായത് പട്ടാളം എല്ലാം കൂടി അങ്ങോട്ട് ചെന്നിട്ട് സൂര്യയിലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് ചെന്ന് രാജഗിരി ഹോസ്റ്റൽ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ ആ BSF വിജയകരമായി ഞങ്ങൾ 2 കൊല്ലം പ്രവർത്തിപ്പിച്ചു. ദുബായിലേക്ക് അതിന്റെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നു നിങ്ങൾ കണ്ടതാണ്. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാം. ഇതിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇനി മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ആലോചിക്കാറേയില്ല. അത് ഈ മുന്നണിയുടെ രീതിയല്ല. അത് ആ സമയത്താണ് ചർച്ച ചെയ്യുന്നത്, ആ സമയത്താണ് ആലോചനകൾ നടക്കുന്നത്. അല്ല, സൈബർ ബുള്ളിങ്ങിൽ ഈ കമന്റുകൾ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്ന ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളെയും തമസ്കരിക്കുന്ന, ഒന്നിനോടും സഹകരിക്കാത്ത, മോശം ഭാഷ പ്രയോഗിക്കുന്ന, ഇത്രയും കാലത്തിനിടയിൽ UDF നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴും ഇല്ലാത്ത മോശം ഭാഷ അതിൻ്റെ പ്രചരണത്തിൽ, വർത്തമാനത്തിൽ, പത്രസമ്മേളനങ്ങളിൽ, പുറത്ത് കോർപ്പറേഷൻ ഓഫീസിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ, പോസ്റ്ററുകളിൽ ഒക്കെ സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായത് നമ്മുടെ നഗരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു ശൈലിയുണ്ട്. യെസ്, അവരെ വിളിച്ചോട്ടെ സ്ഥാനാർത്ഥി. ഏതാ CPI കഴിഞ്ഞ പ്രാവശ്യം 2020-25 കാലഘട്ടത്തിലും മത്സരിച്ചത്, അതുപോലെ വിജയിച്ചതും 8 സീറ്റിൽ മത്സരിച്ച് തന്നെയാണ്. നമ്മുടെ പാർട്ടിയുടെ ഓരോ സ്ഥലത്തെ സാധ്യത അനുസരിച്ചാണ് നമ്മൾ മത്സരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെയും തൃശ്ശൂർ കോർപ്പറേഷനിലെയും സാധ്യത എറണാകുളം കോർപ്പറേഷൻ നമുക്കില്ല. എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് 3 സീറ്റിലാണ്. മറ്റു പല സ്ഥലങ്ങളിലും അവർ വളരെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സാധ്യത അനുസരിച്ച് അത്തരത്തിലാണ് മുന്നണി ചർച്ച നടക്കാറ്. വളരെ സംതൃപ്തിയോടെ തന്നെയാണ് CPIയുടെ സഹാക്കൾ കോർപ്പറേഷൻ. അല്ല, ഇപ്പൊ ഇവിടെ പാർട്ടികളുടെ എണ്ണം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളുടെയും ഇവരുടെ എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വ്യത്യസ്ത പാർട്ടികൾ ഒരു മുന്നണിയായിരിക്കുമ്പോൾ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഇപ്പം അരുൺ സൂചിപ്പിച്ച പോലെ അതിനകത്തൊരു നീക്കുപോക്ക് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അതിൻ്റെ വിജയത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പാർട്ടിയും പ്രവർത്തകരും ഒരേപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. ഇവിടെ വന്നിട്ട് ഇവിടെ പറയണം, എല്ലാവരും ഒന്നിച്ച് വന്നാൽ മതിയല്ലോ. ഇവിടെ നിങ്ങൾ
ഞങ്ങൾക്കൊരു മാല. കയറി പോരെ, എല്ലാവരും കയറി പോരെ. പറഞ്ഞേട്ടാ ഇങ്ങോട്ട് വന്നോ ശിവലാലെ ക്യാമറ അവിടെ വെച്ചോ. സെക്രട്ടറി വാ, വാ, വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ ക്യാമറ അപ്പുറത്താ നിൽക്കണം. അതോടെ സ്ഥാനാർത്ഥികളെല്ലാവരും ഇങ്ങോട്ട് വാ. സ്ഥാനാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇങ്ങോട്ട് ഫ്രണ്ട് അവിടെ നിന്നാ മതി. ഇവിടെ കടന്നു നിന്നോ ശശികല അവിടെ കടന്നു നിന്നോ. കടന്നു വന്നു എല്ലാവരും വന്നു. ഇങ്ങോട്ട് അപ്പത്തേക്ക് വന്നോളൂ. ഈ മുമ്പിലത്തെ കസേര ചിലത് മാറ്റിയാൽ എനിക്ക് കുറച്ചുപേർക്ക് ഇരിക്കാം, കുറച്ചുപേർക്ക് ബാക്കിൽ ഇരിക്കാം. എന്നാലും കയറി നിൽക്കൂ. രണ്ട് റോയായിട്ട് കയറി ഒരു കയറി വരും അകേഷ് കയറുക അല്ലേ കയറി വരും അങ്ങോട്ട് കയറി മാറ്റിക്കോ കയറുക. നിഷാദേ കേട്ടാ കയറുക വീട്ടിൽ പോവാൻ കയറുക. രണ്ടുപേരും ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് നിൽക്കുക. അപ്പൊ ഇത്തിരി ഹൈറ്റ് പറഞ്ഞ ബീനൊക്കെ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക്. ഉച്ചയോടെ കയറി ശ്രീധൻ അവരുടെ കയറി ഇവിടെ ഭയങ്കര കയറുക. പുതിയ പേര് ഹോസ്പിറ്റലിൽ എൻ്റെ വീട്ടിൽ സ്ഥലത്തേക്ക് ദീപ മനോഹര യെസ് അതിനിപ്പോൾ ഇങ്ങോട്ട് നിൽക്കും പ്രാവശ്യം ഇങ്ങോട്ട് നിൽക്കും മുമ്പിലേക്ക് നിൽക്കും. അല്ലെങ്കിൽ പ്രാവശ്യം ബാക്കിലും പെടും. അവരാരെങ്കിലും ഹൈറ്റുള്ള ഒരാളൊക്കെ ബാക്കിലേക്ക് നിർത്തി നിൽക്കും. സതീശ അവിടെ വയ്ക്കും സ്ഥാനാർത്ഥി